അതുകൊണ്ട് മാനിനെ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ് തന്ത്രശാസ്ത്രങ്ങളിലൊക്കെ കാണുന്നത്. മൃഗം എന്ന് പറയുന്നത് ഒരു ചഞ്ചലമായ മനസ്സിൻ്റെ പ്രതീകമായിട്ടാണ്. ഈ മൃഗം അഭയപരോ സുപ്രസന്നോ മഹേശ എന്ന് പറഞ്ഞിട്ട് ഈ തന്ത്രസമുച്ചയത്തിലൊക്കെ മഹാദേവൻ്റെ ധ്യാനം കൊടുക്കുമ്പം ഭഗവാൻ ഇങ്ങനെ ശാന്തന സുപ്രസന്നനായിരിക്കുന്ന മഹേശ്വരൻ്റെ ഒരു കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് ചാടാൻ പോകുന്ന മൃഗത്തെയാണ്, മാനിനെയാണ്. വിഭ്രാതുർഭി കുടാരമൃഗം അഭയപരോ സുപ്രസന്നോ മഹേശ ആ ധ്യാനം തുടങ്ങുന്നത് തന്ത്രസമുച്ചയത്തിലൊക്കെ ഉള്ളതാണ്. കേരളത്തിലെ മിക്ക ശിവക്ഷേത്രങ്ങളിലും ഈ ധ്യാനത്തിലാണ് ശിവപൂജ കഴിക്കുന്നതൊക്കെ. ഭഗവാന്റെ രൂപം അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഭഗവാന്റെ പുറകിൽ ഒരു കയ്യിലിങ്ങനെ ചാടാൻ പോകുന്ന മാനും ഒരു കയ്യിലിങ്ങനെ മഴുവുമാണ്. മഴുവാകുന്ന ജ്ഞാനം കൊണ്ട് മനസ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തത്വം. അപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി നിൽക്കാതെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന മാനിൻ്റെ സ്വഭാവം പോലെ തന്നെ ഇവരുടെ മനസ്സും എപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, ജീവിതത്തിലൊരു പ്രധാന പ്രതിസന്ധി വന്നൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഇവർക്ക് സൃഷ്ടിച്ചേക്കാം, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം കേട്ടോ. അതുപോലെ തന്നെ മാൻ വളരെ വേഗത്തിൽ ഭയപ്പെടുന്നൊരു ജീവിയാണ്, വളരെ പെട്ടെന്ന് തന്നെ പേടിക്കുന്നൊരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഈ മൃഗശീർഷ നക്ഷത്രക്കാർക്ക് എപ്പോഴും അകാരണമായൊരു ഭയം ഉണ്ടാകും. എപ്പോഴും അതുകൊണ്ട് തന്നെ സംശയങ്ങളും ഭയങ്ങളും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഇവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെയും ഭയത്തെയും ഒക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്ത്, ആ ഭയത്തിനെയൊക്കെ ഓവർകം ചെയ്ത്, അല്ലെങ്കിൽ അതിനെയൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസുകളിൽ നിന്ന് അതിജീവിച്ച് അറിവും സത്യവും കണ്ടെത്താനുള്ള ഒരു ആന്തരികമായിട്ടുള്ള ചോദനയുമായിട്ടാണ് ഇവർ ജനിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ സോളിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ചോദനയിൽ വ്യത്യാസം വരികയും ചെയ്യും